നമസ്കാരം. ആമുഖമായി അധികം പറയാനില്ല. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ നാൾ മുതൽ, അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് മുതൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും സന്ദർശിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വയനാട് നിന്നാണ് തുടക്കം. ഇന്നലെ കണ്ണൂരിലെ പരിപാടിയായതോടെ 20 മണ്ഡലങ്ങളിലും പൂർണ്ണമായി കഴിഞ്ഞു. ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളല്ലേ അത് നോക്കി വെക്കട്ടോ, നിങ്ങളല്ലേ പറഞ്ഞത്. ഇതിപ്പോ ശരിയാവോ? അപ്പോൾ വയനാട് നിന്നാണ് തുടങ്ങിയത്. ഇന്നലെ കണ്ണൂരോടുകൂടി 20 മണ്ഡലങ്ങളുമായി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം രാജ്യവ്യാപകമായി തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന കാര്യങ്ങൾ ജനങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിനെ ഒരു പ്രധാന അവസരമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. രാജ്യത്തിൻ്റെ മതനിരപേക്ഷത, ജനാധിപത്യം, സ്വാതന്ത്ര്യം, ദേശീയോദ്ഗ്രഥനം, നമ്മുടെ ഭരണഘടന തന്നെയും സംരക്ഷിക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാന അവസരമാണ് എന്നാണ് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇതിനെല്ലാം ആപത്തുണ്ടാക്കുന്നത് ഇവിടെ കേന്ദ്ര ഭരണം കൈയാളുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. BJPയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രത്തിന് തന്നെ വലിയ അപകടമുണ്ടാക്കും എന്ന തിരിച്ചറിവാണ് ജനങ്ങൾക്കുണ്ടായിരുന്നത്. ഈ അവസരം ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ രാഷ്ട്രത്തിനുണ്ടാകാൻ പോകുന്ന അപകടം വിവരണാതീതമായിരിക്കും എന്നും ആളുകൾ കാണുക. അപ്പം അതിൻ്റേതായ ഒരു അന്തരീക്ഷമാണ് രാജ്യത്തുള്ളത്. BJPയെ പരാജയപ്പെടുത്തത്തക്ക രീതിയിലുള്ള പൊതു സാഹചര്യം ഉയർന്നു വന്നിരിക്കുകയാണ്. അത് BJPക്കും മനസ്സിലായി തുടങ്ങി എന്നാണ് തോന്നുന്നത്. കാരണം അവരുടെ ഏറ്റവും വലിയ കാർഡ്, വർഗീയ കാർഡ് ഇറക്കി കളിക്കാൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നു. പ്രധാനമന്ത്രി തന്നെ കടുത്ത വിഷലിപ്തമായ വർഗീയ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണേണ്ടി വന്നത്. ഇപ്പോൾ രാജ്യത്ത് BJP ഗവൺമെൻറ് ഇനിയൊരു ഊഴമില്ല എന്ന നിലയിൽ ജനങ്ങളാകെ തീരുമാനിച്ചൊരു ഘട്ടമാണിത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായൊരു സാഹചര്യമുണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2019 തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോയവരെ അവരുടെ പ്രവർത്തനം വെച്ച് വിലയിരുത്താനുള്ള അവസരമാണിത്. അങ്ങനെ നോക്കിയാൽ UDFൻ്റെ ഭാഗത്ത് 18 പേരും LDFൻ്റെ കൂടെ 2 പേരുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ 18 പേര് കേരളത്തിൻ്റെതായ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്ന ബോധ്യമാണ് ജനങ്ങൾക്കാകെയുള്ളത്. ഇതിൽ 2 ഭാഗമുണ്ട്. ഒന്ന്, രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ 5 വർഷ കാലയളവിനുള്ളിലുണ്ടായി. കാരണം 2019 രണ്ടാം ഊഴം BJP ഗവൺമെൻറ് ലഭിച്ചപ്പോൾ RSSൻ്റെ തീവ്ര അജണ്ടകൾ നടപ്പാക്കാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് സ്വീകരിച്ചത്.
ആ ഘട്ടത്തിൽ അവയെ ശക്തമായി എതിർക്കുന്ന നിലപാട് മതനിരപേക്ഷ ശക്തികളെല്ലാം സ്വീകരിച്ചെങ്കിലും കോൺഗ്രസിനെ ആ കൂട്ടത്തിൽ സജീവമായി കണ്ടില്ല. പാർലമെന്റിലും പുറത്തും കോൺഗ്രസിൻ്റെ ശബ്ദം ഉയരുന്നത് കേട്ടില്ല. നമ്മുടെ ഈ 18-അംഗ സംഘം കുറ്റകരമായ അനാസ്ഥയും അലംഭാവവുമാണ് കാണിച്ചത് എന്നതാണ് കേരളത്തിൻ്റെ പൊതുവായ ബോധ്യം. ഇതൊരു ഭാഗം. മറ്റൊരു ഭാഗം, കേരളത്തിൻ്റെ ശബ്ദം ഇത്തരം ഘട്ടങ്ങളിൽ വലിയ തോതിൽ പാർലമെൻറ്റിൽ മുഴങ്ങാറുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൻ്റെ ശബ്ദം വേണ്ട രീതിയിൽ ഉയർന്നില്ല. അതിന് കാരണം 20-ൽ 18 പേര് നിശബ്ദരായിപ്പോയി. അപ്പോൾ അത് കേരളത്തിൻ്റെ ശബ്ദം ഉയരാതിരിക്കാൻ കാരണമായി എന്നതും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്തിന് നേരെ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന അവഗണനയും വിവേചനവും ശക്തിപ്പെട്ട കാലമായി. അത്തരമൊരു അവഗണന തുടരുമ്പോൾ അതിനെതിരെ സാധാരണഗതിയിൽ ശബ്ദമുയരേണ്ടത് പാർലമെൻറ്റിലാണ്. പക്ഷേ ഈ 18-അംഗ സംഘം അത്തരത്തിൽ ഒരെതിർപ്പും പാർലമെൻറ്റിൽ രേഖപ്പെടുത്തിയില്ല. BJP ഗവൺമെൻറ്റിനെ തുറന്ന് വിമർശിക്കാനോ തുറന്ന് കാണിക്കാനോ തയ്യാറാകാത്ത സമീപനമാണ് നമ്മുടെ കേരളത്തിലെ 18-അംഗ സംഘം സ്വീകരിച്ചത്. മാത്രമല്ല, BJP ഗവൺമെൻറ്റിനെ ന്യായീകരിക്കാനായിരുന്നു വ്യഗ്രത, കേരളത്തെ കുറ്റപ്പെടുത്താൻ. ഇപ്പോൾ എല്ലായിടങ്ങളിലും പറഞ്ഞൊരു ഉദാഹരണം ഇവിടെയും ഞാൻ ആവർത്തിക്കാം. MP-മാരുടെ യോഗം പാർലമെൻറ്റ് സമ്മേളനത്തിന് മുൻപ് ചേരും. ആ യോഗത്തിൽ 2 തവണ സംസ്ഥാന സർക്കാർ എല്ലാ പാർലമെൻറ്റ് അംഗങ്ങളും കൂടി ധനമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കേണ്ട കാര്യം പറഞ്ഞു. കേരളത്തോട് എങ്ങനെയാണ് അവഗണന കാണിക്കുന്നത് എന്നത് കൃത്യമായി കണക്കുകൾ സഹിതം MP-മാരുടെ മുന്നിൽ അവതരിപ്പിച്ചു. എല്ലാവരും സമ്മതിച്ചു കാണാൻ നിവേദനം കൊടുക്കാം. പക്ഷേ നിവേദനത്തിൽ ഒപ്പിടാൻ തയ്യാറായില്ല. ഇത് ആദ്യ തവണ. രണ്ടാമത്തെ തവണ ഈ 18-അംഗ സംഘം പറഞ്ഞു, ഞങ്ങൾ ഒപ്പിടാം, പക്ഷെ ഒരു കാര്യം ഇതിലെഴുതണം, സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥയാണ് ഇതിനെല്ലാം ഇടയാക്കിയത് എന്നെഴുതണം. ഇപ്പോൾ രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണനയ്ക്കും വിവേചനത്തിനും എതിരായ നിവേദനം, അതിൽ എഴുതണമെന്ന് പറഞ്ഞത് കേന്ദ്ര സർക്കാരിനോട് നമ്മൾ പറയുക, ഇതൊന്നും നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, ഞങ്ങളുടെ സംസ്ഥാനത്തൊരു സർക്കാരുണ്ട്, ആ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇത്ര പച്ചയായി കേന്ദ്ര ഗവൺമെൻറ്റിനെ ന്യായീകരിക്കാനും കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം ചാരി നിൽക്കാനും ഇവിടെ നമ്മുടെ കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു പോയ 18-അംഗ സംഘം തയ്യാറായി എന്ന ദുരനുഭവമാണ് നമുക്കുള്ളത്. അപ്പോൾ കേരളത്തോട് ഒരു കേരള വിരുദ്ധ സമീപനം
BJPക്കുണ്ട്. അതിന് കാരണം അവരെ കേരളം സ്വീകരിക്കുന്നില്ല. ഇന്നലെ സ്വീകരിച്ചില്ല, ഇന്നും സ്വീകരിക്കുന്നില്ല, നാളെയും സ്വീകരിക്കില്ല. അതിലവർ പരിഭവിച്ചിട്ട് കാര്യമില്ല. കേരളം ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വനെ വാഴുന്നൊരു നാടാണ്. ആ നാടിന് വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളാനാകില്ല. പക്ഷേ അതുകൊണ്ട് കേരള വിരുദ്ധ സമീപനം BJP തുടർച്ചയായി സ്വീകരിക്കുന്നു. ഈ 18 അംഗ സംഘം ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോയവരാണ്. അവരെന്തിനാണ് കേരള വിരുദ്ധ സമീപനത്തിലേക്ക് എത്തിയത്? പക്ഷെ നമ്മുടെ അനുഭവം അവരും കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ചു വന്നാൽ. അപ്പോൾ ജനങ്ങൾ ഇതാണ് വിലയിരുത്തുന്നത്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ച ഇവരോട് കടുത്ത അമർഷമാണ് പൊതുവെ ജനങ്ങൾക്കുള്ളത്. കേരളത്തിൽ നിന്ന് പോകുന്നത് കേരളത്തിൻ്റെ താല്പര്യമുയർത്തുന്നവരാകണം. രാജ്യത്തിൻ്റെ മതനിരപേക്ഷതക്കും നാം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്കും ഹാനി വരുത്താനുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിനെ ശക്തമായി എതിർക്കുന്നവരാകണം. മതനിരപേക്ഷത സംരക്ഷിക്കുന്നവരാകണം. ഇതാണ് ജനങ്ങളുടെ പൊതുവായ ബോധ്യം. അതിൻ്റെ ഭാഗമായി 20 മണ്ഡലങ്ങളിലും കാണാൻ കഴിഞ്ഞത് അഭൂതപൂർവമായ കാഴ്ചയാണ്. ഈ വികാരത്തിൽ നിൽക്കുന്ന ജനങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും LDFന് അനുകൂലമായ ഒരു തരംഗം എന്ന രീതിയിൽ ഉയർന്നു വരുന്നതിന് ഇടയാക്കിയിരിക്കുകയാണ്. പൊതുവെ LDFന് മികവാർന്ന വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടാനാകുമെന്നതാണ് പൊതുവെയുള്ള നില. ഇതാണ് ആമുഖമായി എനിക്ക് പറയാൻ. ചോദ്യങ്ങളാവും. മൈക്ക് 2 സൈഡിലും കൈമാറിയിട്ടുണ്ട്. അതുമായി ഇന്നലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെളിവുകളടക്കം പരാതി. പക്ഷേ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ടായ ഉണ്ടാകാനായിട്ടുള്ളതാണ് ഇന്ന് സമീപിക്കേണ്ട അവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് നീതിക്കും നമ്മുടെ രാജ്യത്ത് സംഭവിച്ച ഒരു കാര്യം ഇതോടൊപ്പം ചേർത്ത് നമ്മൾ കാണണം. രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെയെല്ലാം തങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവരിക, ആ ഒരു നിലപാടാണ് സംഘപരിവാർ പൊതുവെ സ്വീകരിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി ഓരോ സ്ഥാപനത്തിൻ്റെയും സ്വതന്ത്രാവസ്ഥ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രൂപീകരണം, അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നം ഈ ഘട്ടത്തിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ല. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യാൻ നേരത്തെ നിയോഗിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഏകപക്ഷീയമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുന്ന നില സ്വീകരിച്ചു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നമ്മുടെ രാജ്യത്തെ പരമോന്നതമായൊരു ഭരണഘടനാ പദവിയല്ലേ. ആ പരമോന്നതമായ ഭരണഘടനാ പദവിയിൽ നാം പൊതുവെ പ്രതീക്ഷിക്കുന്ന നിഷ്പക്ഷത, അതിൻ്റെ ഭാഗമായുള്ള കാര്യക്ഷമത, അതോടെ ഉള്ള ഇടപെടൽ വരുമ്പോൾ ആ ഇടപെടൽ പാടില്ല എന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് എടുത്തത് എന്തിനാണ്?
തങ്ങളുടെ ഇംഗിതമനുസരിച്ചുള്ള കമ്മീഷനാണ് വരേണ്ടത്. കമ്മീഷൻ തങ്ങളുടെ ആജ്ഞാനുവർത്തികളാകണം. ഇതിൻ്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരണത്തിനുള്ള സമിതി തന്നെ ആ തരത്തിലേക്ക് മാറ്റിയത്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് നടന്ന കാര്യങ്ങൾ ഓരോന്നും പരിശോധിച്ചാൽ ഒരുപാട് ചട്ടലംഘനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന വ്യക്തികളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിക്കെതിരെ അടക്കം ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഒന്നിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിഷ്പക്ഷത വ്യക്തമാക്കുന്ന നിലപാട് സ്വീകരിച്ച അനുഭവം രാജ്യത്തിനില്ല. ഇപ്പോൾ പച്ചയായി തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പറയാൻ പാടില്ലാത്ത രീതിയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ കുറ്റപ്പെടുത്തുകയും പ്രത്യേക വിഭാഗത്തിൻ്റെ വികാരം കുത്തിയിളക്കത്തക്ക രീതിയിൽ വർഗീയ പ്രചരണം നടത്തുകയും ചെയ്തിരിക്കും. അങ്ങനെ നടത്തിയത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഉടനെ ഇടപെടേണ്ട കേസാണിത്. പക്ഷേ ഇടപെടുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ നിഷ്പക്ഷത ജനസമക്ഷം രാജ്യത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഘട്ടമാണിത്. കാരണം അത്ര പച്ചയായാണ് ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ പോലുള്ളവർ പരസ്യമായി തന്നെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷനോട്, നിങ്ങളുടെ നിഷ്പക്ഷത തെളിയിക്കേണ്ട ഒരു കാലമാണിത് എന്ന്. എന്നിട്ടും ഇതേവരെ കമാന്നൊരക്ഷരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ഇത് ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. സ്വാഭാവികമായും പരമോന്നത കോടതിയുടെ മുന്നിൽ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടി വരും എന്നത് തന്നെയാണ് നാം കാണേണ്ടത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന BJPക്കെതിരെയുള്ള പൊതുവികാരം അത് കൂടുതൽ ശക്തമാവുകയാണ്, പ്രബലമാവുകയാണ്. അതിൻ്റെ ഭാഗമായി കൂടുതൽ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് BJPക്ക് സംഭവിക്കുകയും ചെയ്യുക. രാഹുൽ ഗാന്ധിക്കെതിരെ ഈ പരാമർശം ഉണ്ടാക്കുന്നത് CPM കൊടുത്തൊരു നിലപാട് അത് ശരിയായ രാഷ്ട്രീയ രീതിയിൽ ആളുകളെ അങ്ങനെ പേര് പറഞ്ഞ് കളിയാക്കുന്നത് ശരിയല്ല. എന്താ എന്താ ആദ്യം പറഞ്ഞ കേട്ടില്ല, ആദ്യത്തെ കേട്ടില്ല. എന്താ പേര് പറഞ്ഞ്? രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ കാലങ്ങളിൽ എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോ അന്ന് CPM എടുത്തൊരു നിലപാട് അങ്ങനെ പേര് പറഞ്ഞ ആളുകളെ കളിയാക്കുന്ന രാഷ്ട്രീയ രീതി CPM ഇല്ല അങ്ങനെ പറഞ്ഞു വരുത്തുന്നു. പക്ഷെ ഈ ഘട്ടത്തിൽ അങ്ങനെ ആ പേരിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം കിങ്ങിണി കുട്ടൻ എന്ന പ്രയോഗം ഇതൊക്കെ മാറ്റം എങ്ങനെയാണ് സംഭവിച്ചത്? ഉപയോഗിച്ചിട്ട് രാഹുൽ ഗാന്ധിയുമായി ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധി നല്ല മാറ്റം വന്നു എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ സാധാരണ പറയാറുള്ളത്. ഈ യാത്രയൊക്കെ നടത്തിയപ്പോൾ കുറേ അനുഭവമൊക്കെ വന്ന് അദ്ദേഹത്തിന് നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്ന് കോൺഗ്രസ്സുകാർ സൗഹൃദ സംഭാഷണത്തിലൊക്കെ പറയുന്നത് കേൾക്കും. പക്ഷേ ഈ ഘട്ടത്തിൽ അദ്ദേഹം വന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിന് പറ്റുന്ന രീതിയിലല്ല. ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായി ഏത് രാഷ്ട്രീയ പാർട്ടിയുടേതായാലും സ്വീകരിക്കേണ്ട പൊതുവായ ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളൊന്നും ഒരു ഘട്ടത്തിലും രാഹുൽ ഗാന്ധിയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് പിന്നെ അവർ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നമല്ലാരും. അത് കോൺഗ്രസ് പാർട്ടി ആലോചിക്കേണ്ട കാര്യമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തരം ആലോചനകളൊന്നും നടത്താൻ കഴിയില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ രാജ്യത്ത് അതീവ ഗൗരവമായ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അത്തരം വിഷയങ്ങളുടെ
വലിയ ചർച്ച ഇവിടെ നടക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉയർന്നു വന്നൊരു കാര്യമാണ് രാഹുൽ ഗാന്ധി ഇവിടെ ഇല്ല എന്നത്. ഇന്ത്യയിൽ ആ ഘട്ടത്തിലില്ല എന്നത് പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നില പലപ്പോഴും അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നത് ഈ രാജ്യത്തിൻ്റെ മുന്നിലുള്ള അനുഭവമാണ്. അതൊന്നും ആരും സാധാരണ വിമർശനമായിട്ട് ഉന്നയിക്കാറില്ല. കാരണം അത് ആ പാർട്ടിയുടെ കാര്യമാണ്, ആ പാർട്ടി നിശ്ചയിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മളെന്തിനാണ് അതിൻ്റെ കാര്യത്തിലേക്ക് കടക്കേണ്ട കാര്യം? പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് BJPക്കെതിരെ വലിയ തോതിലുള്ള പൊതുവികാരം രാജ്യത്താകെ അലയടിച്ചുയരുമ്പോൾ ഈ കേരളത്തിൽ വന്നിട്ട് BJPയെ സഹായിക്കുന്ന കേരള അന്തരീക്ഷത്തിൽ BJPയുടെ അന്വേഷണ ഏജൻസികളെ സഹായിക്കുന്ന നിലപാട് രാഹുൽ ഗാന്ധിയെ പോലൊരാളിൽ നിന്ന് ഉണ്ടാവുക എന്നത് തീർത്തും അപക്വമായൊരു കാര്യമാണ്. ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ ചില ആളുകൾക്ക് പ്രത്യേകമായ ചില താല്പര്യങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ടാകാം. അതിൻ്റെ ഭാഗമായി അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപോലെ ആവർത്തിക്കേണ്ട ഒരു വ്യക്തിത്വമല്ലല്ലോ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകേണ്ടത്. അദ്ദേഹം രാജ്യത്തിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളായിട്ടല്ലേ മാറേണ്ടത്. അവിടെ അതിനനുസരിച്ച് പ്രതികരണമാണോ ഉണ്ടായത്? അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പഴയ പേരിലേക്ക് മാറരുത് എന്ന്. നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്ന് നിങ്ങളെ കോൺഗ്രസ്സുകാർ തന്നെ ഇവിടെ പറയാറുണ്ടായിരുന്നു. നിങ്ങൾ ഇതിലൂടെ കാണിക്കുന്നത് ഒരു മാറ്റവും നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നാണ്. ആ പറഞ്ഞത് തീർത്തും ശരിയായൊരു കാര്യമാണ്. ആ പറഞ്ഞതിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ. രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് നല്ലോണം കണക്കാക്കിക്കൊള്ളണം. അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കത്തക്ക ഒരു വ്യക്തിത്വമൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ. രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ ഇങ്ങനെ വിമർശിക്കുന്നത് അത് മോദിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവടക്കം പറയുന്നത്. അതൊരു നിങ്ങൾ തമ്മിലുള്ള ഒരു ധാരണയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇവിടെ രീതിയിലാണ് അദ്ദേഹം അത് നിങ്ങളെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണല്ലോ. ഇപ്പോൾ പ്രധാനമന്ത്രി ഒരിടത്ത് പറഞ്ഞതായിട്ട് നമ്മുടെ കേരളത്തിലെ പ്രധാന പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ. ഞാൻ വിമർശിക്കുന്നതിനേക്കാളും കേരളത്തിലെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്തല്ലോ. എന്താ കാര്യം? രാഹുൽ ഗാന്ധി വിമർശിക്കപ്പെടുന്നത് എന്തിനാ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിമർശിക്കേണ്ടി വരാത്തത് എന്തിനാ? ഇത് രണ്ടും നമ്മൾ കാണണം. ഞാൻ വളരെ വിശദമായിട്ട് ഞാൻ പോവുകയില്ല, എങ്കിലും ഈ ചോദ്യം വന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണമല്ലോ, അതുകൊണ്ട് മാത്രം പറയുകയാണ്. ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നു. പൗരത്വ നിയമ ഭേദഗതി എന്നത് ഈ രാജ്യത്തെ RSSന്റെ അജണ്ടയാണെന്ന് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? RSSന് മതനിരപേക്ഷത തകർക്കണം. അതിന് ഏറ്റവും പ്രധാന വഴി പൗരത്വം മതാടിസ്ഥാനത്തിലാക്കലാണ്. ആ RSS അജണ്ടയെ എതിർക്കാതിരിക്കുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു. ഇപ്പോഴല്ല, 4 വർഷം മുൻപ് 2019 രണ്ടാമത്തെ ഗവൺമെൻറ് BJP വന്നപ്പോൾ ആദ്യമേ തന്നെ ഈ ഭേദഗതിയാണല്ലോ കൊണ്ടുവന്നത്. അപ്പം തന്നെ അതിനെ എതിർക്കുന്നില്ല. അത് നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി എന്ന നിലക്ക് നല്ല കുളിർമ നൽകുന്നൊരു കാര്യമല്ലേ. കോൺഗ്രസിനെ പോലൊരു പാർട്ടി ഇതിനെ എതിർക്കാതിരിക്കുന്നു എന്നത് ചെറിയ കുളിർമയാണോ മനസ്സിന് BJPക്ക് നൽകുക? ആ ഘട്ടത്തിൽ വലിയ പ്രക്ഷോഭം രാജ്യത്താകെ നടക്കുന്നു. ഡൽഹിയിലും മറ്റും കനത്ത പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിൽ എവിടെയും കോൺഗ്രസിനെ കാണാനില്ല. വീണ്ടും BJPക്ക് സന്തോഷമല്ലേ ഉണ്ടാക്കുന്നത്.
നിങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് എന്നല്ലേ ഞങ്ങൾ വിമർശിക്കുന്നത്. ആ വിമർശനം വേണ്ടേ? ഇവിടെ കേരളത്തിൽ വ്യത്യസ്തമായൊരു നില ഇവിടുത്തെ കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു. അത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ ആദ്യം തന്നെ പ്രഖ്യാപിച്ചു ഈ നിയമ ഭേദഗതി ഇവിടെ നടപ്പാക്കില്ല എന്ന്. തുടർന്ന് എല്ലാവരും കൂടിയുള്ള പരിപാടികളാണ് നടത്തിയത്. അതിൻ്റെ ഭാഗമായി വലിയൊരു പ്രതിഷേധ സംഗമം പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും എല്ലാം പങ്കെടുത്തു. തൊട്ടു പിന്നാലെ സർവകക്ഷി യോഗം, നിയമസഭയുടെ പ്രത്യേക യോഗം, അതിൽ നിയമ ഭേദഗതി പിൻവലിക്കണമെന്ന പ്രമേയം ഏകകണ്ഠേന പാസ്സാക്കൽ, ഇതിലെല്ലാം കോൺഗ്രസ് ഉണ്ട്. പക്ഷേ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അന്നത്തെ KPCC പ്രസിഡന്റ് പരസ്യമായി ഇതിനെല്ലാം തള്ളിപ്പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇനി ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിനില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? സാധാരണ സർക്കാരാണ് മുൻകൈ എടുത്തിരുന്നത്. സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച പറ്റിയെങ്കിൽ അതവർ പറയുമായിരുന്നു. ഒന്നും ഇതേവരെ പറഞ്ഞിട്ടില്ല. അന്നും പറഞ്ഞില്ല, ഈ 4 വർഷമായിട്ടും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞൊരു കാരണവും, അതായത് രാജ്യത്ത് കേരളത്തിന് പുറത്ത് ഒരിടത്തും ഈ പ്രക്ഷോഭത്തിൽ കോൺഗ്രസ് ഇല്ല. കേരളത്തിൽ മാത്രമേ കോൺഗ്രസ് ഉള്ളൂ. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനോട് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം പറയുന്നു, നിങ്ങൾ പിൻവാങ്ങണം. അതല്ലേ ഉണ്ടായത്? അതല്ലെങ്കിൽ ഇവരാരെങ്കിലും ഇതേവരെ നിഷേധിച്ചോ? ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്, ഇവരാരെങ്കിലും നിഷേധിച്ചു വന്നു. ഈ പിൻവാങ്ങല് ആരുടെ മനസ്സിലാണ് കുളിർമ നൽകുക? സംഘപരിവാർ മനസ്സിലല്ലേ? എങ്ങനെയാണ് ഇവർക്ക് ഇത്തരമൊരു നിലപാടെടുക്കാൻ പറ്റിയത്? പോട്ടെ, ഇതൊക്കെ 4 വർഷം മുൻപുള്ള കാര്യം. 4 വർഷമായിട്ട് ഈ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള ചട്ടങ്ങൾ കൊണ്ടുവന്നു. ആ ചട്ടം സാർവത്രികമായ എതിർപ്പിനിടയായി. എല്ലാവരും എതിർത്തു. കോൺഗ്രസിന്റെ ശബ്ദം നിങ്ങൾ ആരെങ്കിലും കേട്ടോ? എന്തു പറ്റി കോൺഗ്രസിന്? അതല്ലേ പ്രശ്നം. കോൺഗ്രസിന്റെ പ്രസിഡന്റിനോട് നിങ്ങളെ സുഹൃത്തുക്കൾ ചോദിച്ചല്ലോ ഒരിടത്ത് വെച്ചിട്ട്, സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് ചോദ്യം. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. രാത്രി ആലോചിച്ച് പറയാം. ഇതിനെപ്പറ്റി പ്രതികരണം ചോദിച്ചപ്പോഴാണ്. എന്താണ് കോൺഗ്രസ് നിലപാടില്ലാതെ? രാഹുൽ ഗാന്ധിയെ ഞാൻ വിമർശിച്ചു എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. അതും പ്രതിപക്ഷ നേതാവിന് അറിയാത്തതല്ല, നിങ്ങളും മനസ്സിലാക്കാത്തതല്ല. രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത് ഈ പശ്ചാത്തലത്തിലാണ്. ഇവിടെ ഞാൻ പറഞ്ഞ എന്താ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു യാത്ര ഇന്ത്യയിൽ നടത്തും. ആ യാത്രയിൽ ഒരിടത്തും, ആ യാത്രയിൽ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. രാജ്യത്തും ലോകത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളിലും പ്രതികരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ മാത്രം പ്രതികരണമില്ല. പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് മാത്രം പ്രതികരണമില്ല. എന്താ പ്രതികരണം ഇല്ലാത്തത്? അത് ആർക്കാ സന്തോഷം പകരുക? BJPക്കല്ലേ സന്തോഷം പകരുക? നിങ്ങൾ സംഘപരിവാറിന്റെ നിലപാടിനെ വിമർശിച്ചില്ല എന്ന് ഞാനോ ഇടതുപക്ഷ നേതാക്കളോ LDF നേതാക്കളോ ഇവിടെ പറഞ്ഞാൽ അതെങ്ങനെയാണ് BJPക്ക് സന്തോഷം പകരുക? ഈ കോൺഗ്രസിന്റെ നിലപാടല്ലേ BJPക്ക് സന്തോഷം പകർന്നത്? പോട്ടെ, നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രികകൾ പുറത്തിറക്കുകയാണ്. ഞങ്ങളും പ്രകടന പത്രിക പുറത്തിറക്കി. ഞങ്ങളെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇറക്കിയ പ്രകടന പത്രികയിൽ പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യുമെന്ന് കൃത്യമായി എഴുതി. എന്താ ഇവർക്ക് എഴുതാൻ പറ്റാതിരുന്നു? കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഒരു ഭാഗമില്ലാലോ, അങ്ങനെ ഒരു വാചകം ഇല്ലാലോ. നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെയാണല്ലോ ഉദ്ധരിച്ചത്. പ്രതിപക്ഷ നേതാവിൻ്റെ പിന്നത്തെ പത്രസമ്മേളനം ഉണ്ടായില്ലേ? എന്ത് വാശിയോടെയാണ് പറഞ്ഞത്? വായിക്കാതെ പറയുകയാണ്. ഈ പ്രകടന പത്രികയിൽ ഈ പറയുന്ന ഭാഗം പരാമർശിച്ചില്ല എന്നതിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം.
പ്രകടന പത്രിക വായിക്കണ്ടേ? പ്രകടന പത്രിക വായിക്കാതെയാണ് ഈ പറഞ്ഞത്. പ്രകടന പത്രികയിൽ ഇത്രാമത്തെ പേജ്, ഇത്രാം ഗണ്ണിക, ഇതൊന്നും വായിക്കാതെ പറയാണ്. അതിലിത് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അത് ഏറ്റവും പ്രാധാന്യത്തോടെ കൊടുത്ത പത്രം മലയാള മനോരമയാണ്. ഫ്രണ്ട് പേജിൽ ബാനർ ഹെഡിങ്ങിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വാർത്തയായി കൊടുത്തു. അപ്പോൾ അത് പറഞ്ഞയാൾ എന്തോ അബദ്ധം ചെയ്തു എന്ന പ്രതീതിയാണ് പൊതുവിലുണ്ടാക്കിയത്. അന്ന് ഞാൻ ഒരിടത്ത് പത്രസമ്മേളനം നടത്തുമ്പോൾ ഈ പത്രവും ആ പ്രകടന പത്രികയുടെ കോപ്പിയും കൊണ്ടുപോയി. എന്നിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഈ പ്രകടന പത്രിക കാണിച്ചു. ഇതാണ് പ്രകടന പത്രിക, ഈ പറഞ്ഞ പേജ് ഇതാണ്, ആ പേജ് ഇടും. പിന്നെ പരാമർശിച്ച ഗണ്ണിക, ആ ഗണ്ണിക കാണിക്കുക മാത്രമല്ല അത് അപ്പടി വായിച്ചു. അതിലെവിടെയെങ്കിലും ഒരു വാക്കുണ്ടോ ഈ പൗരത്വ നിയമ ഭേദഗതി എന്ന വാക്ക് എവിടെയെങ്കിലും ഉണ്ട്? എത്ര വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ്. അങ്ങനെ പറയാൻ പാടുള്ളൂ, ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ പാടുള്ളൂ. അതിന് വലിയ പ്രചരണം കൊടുത്ത് അതിന് ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനല്ലേ നോക്കിയത്? എന്താ നിങ്ങൾ അത് പ്രകടന പത്രികയിൽ പറയാതിരുന്നു? ആ പറയാതിരുന്നത് ആരെയാണ് സൂചിപ്പിക്കുക? ആരുടെ മനസ്സിലാണ് കുളിർമ പകരുക? സംഘപരിവാർ മനസ്സിനല്ലേ? ഇപ്പോ പുറത്തു വന്ന കാര്യങ്ങൾ ഏകദേശം അംഗീകരിക്കപ്പെട്ടല്ലോ. നിങ്ങളെ കൂട്ടത്തില് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രമാണല്ലോ അത് പുറത്തു കൊണ്ടുവന്നത്. അവര് ഈ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നിയോഗിച്ച സമിതിയിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട് കരടിൽ ഈ ഭാഗം ഉണ്ടായിരുന്നു എന്ന് വന്നല്ലോ. പിന്നെ അംഗീകരിക്കേണ്ട നേതാക്കളുടെ സമിതി അത് ഒഴിവാക്കുകയാണ് ചെയ്തതെന്നും പുറത്തു വന്നല്ലോ. അത് ഭംഗിയന്തരേണ സമ്മതിക്കുന്ന കാര്യം ചിദംബരത്തിന്റെ ഭാഗത്തുണ്ടായല്ലോ. ചിദംബരല്ലേ ആ കമ്മിറ്റിയുടെ നേതാവായിരുന്നയാൾ. ഇതിന്റെ ദൈർഘ്യം കൂടി പോകുന്നതുകൊണ്ട് ഉൾപ്പെടുത്താതിരുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ഭംഗിയന്തരേണ സമ്മതിക്കുകയാണല്ലോ ചെയ്തത്. എന്താണ് കോൺഗ്രസിന് സംഭവിക്കുന്നത്? ആ സംഭവിക്കുന്നതിനെ കുറിച്ചല്ലേ ഞങ്ങൾ പരാമർശിക്കുന്നത്. നിങ്ങൾ മതനിരപേക്ഷത കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ആ മതനിരപേക്ഷതയുടെ ഭാഗമായി എതിർക്കേണ്ടതിനെ ശക്തമായി എതിർക്കണ്ടേ? മതനിരപേക്ഷത തകർക്കാനുള്ള നീക്കത്തെ എതിർക്കണ്ടേ? ഇത് RSSന്റെ ഒരജണ്ട നടപ്പാക്കുന്നതിനോട് സ്വീകരിച്ച സമീപനം. വേറൊരു അജണ്ടയുടെ കാര്യം കൂടി ഇപ്പോൾ ഓർക്കുന്നത് നല്ലതാണ്. ഈ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെയാണ് വിമർശനം എന്ന് പറയാൻ. അത് ജമ്മു കാശ്മീരിന്റെ കാര്യമാണ്. ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിച്ച നാൾ മുതൽ RSS പറയുന്ന കാര്യമാണ് ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദ് ചെയ്യണമെന്നുള്ളത്. അന്ന് തൊട്ടേയുണ്ട്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയണം. അത് ഒരു ദിവസം എടുത്തു കളയുന്നു. അങ്ങനെ എടുത്തു കളഞ്ഞപ്പോൾ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് യാതൊരു നടപടിക്രമവും പാലിക്കാതെ ഒരു കടലാസ് എടുത്ത് വായിക്കുകയാണ്. സാധാരണ പാർലമെന്ററി നടപടിക്രമമുണ്ട്, അതൊന്നും പാലിക്കാതെയാണ് വായിച്ചു. ഭരണഘടനയുടെ 370 റദ്ദ് ചെയ്യുന്നു. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളയുന്നു. ജമ്മു കാശ്മീരിനെ തന്നെ കഷ്ണങ്ങളാക്കി മുറിക്കുന്നു. എത്ര കടുത്ത പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു. ആ തോതിൽ പ്രതിഷേധം കോൺഗ്രസിന് ഉണ്ടായോ? എന്താണ് കോൺഗ്രസിന് സംഭവിക്കുന്നത്? പാർലമെന്റിനകത്തും പുറത്തും ആ തരത്തിൽ പ്രതിഷേധം ഉയർന്നില്ലാലോ. കോൺഗ്രസിന്റെ രാജ്യസഭയിലെ ചീഫ് വിപ്പ് ഈ നടപടിയിൽ ആവേശഭരിതനായി. അദ്ദേഹം കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയി. BJP അദ്ദേഹത്തിന് വീണ്ടും രാജ്യസഭാംഗത്ത് നൽകി രാജ്യസഭയിലേക്ക് തിരിച്ചയച്ചു. എത്ര സംഘപരിവാർ മനസ്സുകാർ ഇതുപോലത്തെ ആൾക്കാർ കോൺഗ്രസിന്റെ കൂടെയുണ്ട്. അതുകൊണ്ടല്ലേ അവരിൽ ചിലർ രഹസ്യമായി BJP ആ ഘട്ടത്തിൽ അഭിനന്ദിച്ചു എന്ന വാർത്തകൾ വന്നത്. ഇതെല്ലാലോ കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും. ആ നടപടിയെ ശക്തമായി എതിർക്കാത്ത കോൺഗ്രസിന്റെ സമീപനം ആർക്കാണ് സഹായകരം? RSS അജണ്ട നടപ്പാക്കാൻ പുറപ്പെട്ട BJPക്കും RSS അജണ്ടക്കുമല്ലേ സഹായം? ഇതാണോ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്? അതിനെയല്ലേ ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ ഈ സമീപനം തിരുത്തണം? അതല്ലേ ഞങ്ങൾ പറയുന്നത്, അതല്ലേ കാണേണ്ടത്. ഇനിയും ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് നീട്ടാം. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത് എന്നുള്ളത് കാണണം.
അത് കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതാണ്. പക്ഷേ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നത് അത് ഒപ്പിടുന്ന ആളുകൾ പോലും വിശ്വസ്തരല്ലാത്തവരായി മാറുമോ? സാധാരണ നിലക്ക് നമ്മുടെ ഏറ്റവും വിശ്വസ്തരായ ആളുകളാണല്ലോ ഈ നാമനിർദ്ദേശ പത്രികയൊക്കെ പിന്താങ്ങാനും നിർദ്ദേശിക്കാനും ഒക്കെ തയ്യാറാകില്ല. അവരല്ലേ ഇപ്പോൾ BJP-യുടെ കൂടെ ചേർന്നു എന്ന് പറയുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇല്ലാതാകുന്നു, ഏകപക്ഷീയമായി തിരഞ്ഞെടുക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. എന്താണ് ഇത്തരമൊരു അവസ്ഥ വരാൻ കാരണം? ഏത് രീതിയിലുള്ള കളികളാണ് അതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ളത്? ഒരു ഭാഗത്ത് അത് ഒത്തുകളിയാണെന്ന് ആക്ഷേപം പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് എന്നുള്ളത് ഇനിയുള്ള നാളുകളിൽ കൂടുതൽ പുറത്തു വരികയാണ് ചെയ്യുക. BJP ഏത് കളിയും കളിക്കാൻ സന്നദ്ധമാകുന്ന ഒരു പാർട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ വിശ്വസ്തരെ തന്നെ BJP-യുടെ പക്ഷത്തേക്ക് അവർക്ക് കിട്ടിയത്? അതും ഒരു പ്രശ്നമാണല്ലോ. അതാണ് കാണേണ്ടത്. ന്യൂനപക്ഷത്തിന്റെ കാര്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇടതില്ല. ഇടതില്ലെങ്കിലും ഒന്നാം തരം പൗരന്മാരായി തന്നെ ഉണ്ടാകും. അതുപോലെ മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന ഉത്തരവാദിത്വത്തെ അപ്രസക്തമാണ് എന്ന വിമർശനമാണ് വേണം പറഞ്ഞത്. ആദ്യം CPM സ്വന്തം ദേശീയവാദി സ്റ്റാറ്റസ് നിലനിർത്താൻ നോക്കാനാണ് ശ്രമിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുക. ഏറ്റവും അബദ്ധമായൊരു സ്റ്റേറ്റ്മെൻ്റാണത്. അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പറഞ്ഞില്ലേ എന്നുള്ളത് എനിക്കറിയില്ല. ന്യൂനപക്ഷങ്ങളുടെ കാര്യം മറ്റാരും നോക്കണ്ട, ഞങ്ങൾ തന്നെ സംരക്ഷിച്ചു കൊള്ളാം എന്നത് അത് സാധാരണഗതിയിൽ ന്യൂനപക്ഷത്തിൽ നിന്നുണ്ടാകേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. ന്യൂനപക്ഷ സംരക്ഷണം എന്നത് ന്യൂനപക്ഷത്തിൻ്റെ വിഷയം മാത്രമല്ല, ഇത് രാജ്യത്തിൻ്റെ പൊതുവായ പ്രശ്നമാണ്. രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ ഉരക്കല്ലാണത്, ന്യൂനപക്ഷ സംരക്ഷണം എന്നത്. അപ്പോൾ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തന്നെ നോക്കിക്കോളാം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അങ്ങനെ ഒരു വാചകം ഇതേവരെ ലീഗ് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കുഞ്ഞാലിക്കുട്ടി ഒരു പരിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവുമാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. അത് ഉണ്ടാകേണ്ടത് സാധാരണ ഈ ന്യൂനപക്ഷ വിഭാഗത്തിലും വർഗീയത കൈകാര്യം ചെയ്യുന്നവരുണ്ട്. ആ വർഗീയ ശക്തികളിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തന്നെ നോക്കിക്കോളാം, ഞങ്ങൾക്ക് തന്നെ നേരിടാൻ കഴിയും, അതിനാവശ്യമായ കരുത്ത് ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ പറയുന്നത് ആ വർഗീയ നിലപാടാണ്. ഇവിടെ ന്യൂനപക്ഷ സംരക്ഷണം എന്നത് എല്ലാവരും കൂടി മതനിരപേക്ഷ ശക്തികളാകെ ചേർന്ന് നടത്തേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്താനാകൂ. ഇതാണ് നാം കാണേണ്ട ഒരു കാര്യം. ഇതിൽ ഇടതിൻ്റെ സാന്നിധ്യം എന്നത് ഏറ്റവും പ്രധാനമാണ് എന്നത് നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ തെളിയിച്ചതാണല്ലോ. ഇടത് പാർലമെൻറ്റിൽ ഇല്ലാതായപ്പോൾ, വേണ്ടത്ര ഇല്ലാതായപ്പോൾ ആ ശബ്ദം തന്നെ നേർത്തുപോയല്ലോ. നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ, ഡൽഹിയിലെ പ്രക്ഷോഭം നടന്നപ്പോൾ, ആ പ്രക്ഷോഭത്തിൽ ദേശീയ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ. അതിൽ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനറൽ സെക്രട്ടറിമാർ, പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, അങ്ങനെ ഒരു വലിയ നിരയുണ്ടായല്ലോ. അതെന്തുകൊണ്ടാണ്? ഇടതുപക്ഷം അവിടെ ഓടിയെത്തുന്നതുകൊണ്ടല്ലേ. തൊട്ടു പിന്നാലെ ജനുവരിയിൽ വലിയ പ്രക്ഷോഭം ഡൽഹിയിൽ കനത്തപ്പോൾ ആ കുറ്റപത്രത്തിൽ സീതാറാം യെച്ചൂരിയുടെ പേരുണ്ടായില്ലേ. വലിയ തോതിൽ രാജ്യത്ത് ഉയർന്നു വന്ന പ്രശ്നമല്ലേ അത്. ആ ഘട്ടത്തിലും അതിൽ നിന്ന് ആ ലിസ്റ്റിൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ കാണാൻ പറ്റിയോ? അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇടതുപക്ഷം പ്രതിബദ്ധതയോടെ ഇടപെടുന്നു എന്നുള്ളത് രാജ്യത്തിൻ്റെ അനുഭവമല്ലേ. കുഞ്ഞാലിക്കുട്ടിക്ക് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ലീഗിൻ്റെ നേതാവെന്ന നിലക്ക് കോൺഗ്രസിനെ പരസ്യമായി കുറ്റപ്പെടുത്താൻ വിഷമമുണ്ടാവും. ആ വിഷമം നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതിൻ്റെ അർത്ഥം കോൺഗ്രസ് ചെയ്തത് ന്യായമാണെന്നല്ലല്ലോ. ഇതുപോലൊരു പ്രശ്നത്തിൽ സംഘപരിവാർ നിലപാടിനോടൊപ്പം അണിനിരക്ക് എല്ലാവരും വേണ്ടത്.
ലീഗിൻ്റെ അടക്കമുള്ള 18-അംഗ സംഘം ഈ കാര്യത്തിൽ ശബ്ദം വേണ്ട രീതിയിൽ വരാതിരുന്നതും കോൺഗ്രസിൻ്റെ നിലപാട് കാരണമല്ലേ? അതാണോ ശരിയായ സമീപനം? അപ്പോൾ അതാണ് നാം കാണേണ്ട കാര്യം. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വാസസ്ഥലമായ ക്ലിഫ് ഹൗസിൽ കോടിക്കണക്കിന് രൂപയുടെ തൊഴുത്ത് നവീകരിക്കാൻ കുളം നവീകരിക്കാൻ കോടി ഒരുമിക്കാൻ വേണ്ടി ചെലവ് നടത്തി. പിന്നെ കോവിഡിന്റെ സമയത്ത് ഡിഗ്രിക്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ 4-5 ഇരട്ടി കൊടുത്ത് വാങ്ങി കോടികളെ അഴിമതി നടത്തിയതാണ് ഈ പ്രധാനമായിട്ടുള്ള മരം ഉണ്ടാക്കുന്നത്. ഏതിനാ അറിയേണ്ടത്? 2 കാരണമാണ്. ഏത് ഭാഗത്ത് അറിയേണ്ടതെന്ന് ഞാൻ ചോദിക്കുന്നത്. ഏത് പത്രം? നിങ്ങൾ ഏത് മാധ്യമം? നിങ്ങൾ ഏത് മാധ്യമം? ശരി ശരി ശരി. അല്ല, അതറിയാൻ വേണ്ടിയാണ്. ഇവിടെ പിണറായിൽ എൻ്റെ വീടുണ്ടല്ലോ, ആ വീട്ടിൽ വന്ന് എന്തെങ്കിലും ചെലവിട്ടെങ്കിൽ അത് സർക്കാർ ചെലവിൽ നടത്തിയെങ്കിൽ അത് തെറ്റായ കാര്യമാണ്. സാധാരണ എൻ്റെ വീടാണത്, സ്വന്തം വീടാണ്. അവിടെ പണ്ട് നിങ്ങളും പണ്ട് കൊടുത്തിരുന്നല്ലോ ആ വീടിൻ്റെ ഭയങ്കര പണത്തെ പറ്റി. ഇപ്പോൾ പലരും ആ വീട് കണ്ടപ്പോൾ അതങ്ങനെ വലിയ വീടല്ലാന്ന് മനസ്സിലായല്ലോ. ആ വീടിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പണം ചെലവിട്ടെങ്കിൽ, സർക്കാർ പണം ചെലവിട്ടെങ്കിൽ അത് ധൂർത്താണെന്ന് പറയാം. ഇത് അവിടെയുള്ള ക്ലിഫ് ഹൗസിൻ്റെ ഭാഗമായി ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്യുന്നതിൽ എന്താണ് സാധാരണഗതിയിൽ തെറ്റുകൾ? സ്വാഭാവികമായി ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്യല്ലോ. അതിന് എന്തെല്ലാം കഥകളാണ് പ്രചരിപ്പിച്ച്. പിന്നെ ഞാൻ ഈ കഥക്കൊന്നും മറുപടി പറഞ്ഞ് നടക്കാറില്ല ആരും. ഇപ്പോൾ ഞാൻ പറയുന്നില്ല ആരും. നിങ്ങൾ ആരെങ്കിലും വേണമെങ്കിൽ വന്ന് നോക്കുക എന്താണ് അവിടെ നടന്നിട്ടുള്ളത്, അന്നേരം മനസ്സിലാവുമല്ലോ അവിടെ ഏതെല്ലാം തരത്തിലാണ് ഭയങ്കര മോടി പിടിപ്പിക്കൽ നടന്നിട്ടുള്ളത്. ഞാനൊരു ചടങ്ങിൽ പറഞ്ഞല്ലോ, ഒരു ദിവസം യാദൃശ്ചികമായി പറഞ്ഞല്ലോ അവൻ്റെ ആ പഴയ കെട്ടിടത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അതൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. അത് നമ്മുടെ നാട്ടിൽ എന്താണ് വരുന്നത്? ഇപ്പോൾ ഒരു മന്ത്രിമന്ദിരം അതിൻ്റെ ഭാഗമായി വല്ല റിനോവേഷൻ വർക്ക് നടക്കുന്ന വിചാരിക്കുക, ഉടനെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില വാർത്തകളും കൊടുക്കും. ഇതെന്തോ ഒരു ധൂർത്തായെന്ന് എന്നാണ് ഒരു ധാരണ. ആര് ധൂർത്ത് നടത്തുന്നത്? സർക്കാരിൻ്റെ സ്വത്തല്ലേ അത്. ആ സർക്കാർ സ്വത്ത് സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുള്ളതല്ലേ? സർക്കാരല്ലേ നിർവഹിക്കേണ്ടത്. അവിടെ താമസിക്കുന്നയാൾ ഇപ്പം താമസിക്കുന്നു, നാളെ അവിടുന്ന് പോയി വേറെ താമസിക്കുന്നു. അതും എടുത്തിട്ട് അയാൾ പോകുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അതിൻ്റെ സംരക്ഷണം സർക്കാർ നടത്താൻ ബാധ്യതപ്പെട്ടതല്ലേ? ആ കാര്യം ചെയ്തു പോകേണ്ടതല്ലേ? ആ നിലയ്ക്ക് അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. അതൊന്നൊരു ധൂർത്തോ വേണ്ടാതിനോ ആയിട്ട് ഞാൻ കാണുന്നില്ല. ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥയൊക്കെ എടുക്കുന്ന നിലപാട് സംസ്ഥ പറയുന്നത് ന്യൂനപക്ഷമാണ് ഈ കാര്യങ്ങളൊക്കെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതെന്ന് നേതാക്കളൊക്കെ പറയുന്നത്. സംസ്ഥയുടെ ഒരു പിന്തുണ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ വിഭാഗവും ഇതുപോലെ ഉള്ള വിഭാഗങ്ങൾ ഓരോന്നിനെ എടുത്ത് പരിശോധിച്ചാൽ സർക്കാരിൻ്റെ നിലപാട്, ഇടതുപക്ഷത്തിൻ്റെ നിലപാട്, കേരളത്തിൽ LDFൻ്റെ നിലപാട്, അതൊക്കെ അങ്ങേയറ്റം പിന്തുണ നൽകുന്ന നിലയാണ് അവരെല്ലാവരും പൊതുവെ സ്വീകരിക്കുന്നത്. എന്താണ് കാരണം? അതിന് നല്ല നിലയിലാണ് കാര്യങ്ങൾ ഇവിടെ നിർവഹിച്ചു പോകുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് നേരെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ആ പ്രശ്നങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യാൻ ഗവൺമെൻറ് സന്നദ്ധമാണ്. അതിനകത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എല്ലാ ഘട്ടത്തിലും ഗവൺമെൻറ് സന്നദ്ധമാണ്. ഇതാണ് അവർക്കെല്ലാമുള്ള അനുഭവം. അവർക്ക് നേരിട്ട് പ്രശ്നങ്ങൾ ഉന്നയിക്കാനും പ്രശ്നങ്ങൾ നേരിട്ട് ചർച്ച ചെയ്യാനും കഴിയുന്ന നിലയുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു സാമൂഹ്യ വിഭാഗത്തിന്, ഞാൻ ആവർത്തിച്ച് പറയാം, കേരളത്തിലെ എല്ലാ സാമൂഹ്യ വിഭാഗത്തിനും ഒരു തരത്തിലുള്ള വിപ്രതിപത്തിയും കേരളത്തിലെ ഗവൺമെൻറ്റിനോടോ അതിന് നേതൃത്വം കൊടുക്കുന്ന LDFനോടോ ഇല്ല എന്നതാണ് വസ്തുത. അതിൻ്റെ ഭാഗമായി ചില ഘട്ടത്തിൽ അവർ അത്തരം കാര്യങ്ങൾ എക്നോളജ് ചെയ്ത് പറഞ്ഞു എന്ന് വരും. അത് ആ നിലക്ക് മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ. ഈ
അതിനെ കുറിച്ചുണ്ട് എവിടെ അതില് സാധാരണ നിലക്ക് ഇത് ഏതെങ്കിലും ഒരാളായിരിക്കും ഇത് ചെയ്യുന്നത്. ഈ ആളുകളുടെ കൂട്ടത്തിൽ പലതരക്കാരുണ്ടല്ലോ. ഇപ്പൊ ഒരു പുരോഹിതൻ ചെയ്തു എന്ന് വെച്ച് ആ ചർച്ചോ അവിടെ ആ വിശ്വാസികളോ ആകെ BJPയുടെ ഭാഗമായി മാറുന്നു എന്ന് കാണേണ്ടതായിട്ടില്ല. സാധാരണ നിലക്ക് ഒരു പുരോഹിതൻ അയാളുടെ പ്രത്യേക വ്യക്തി താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചില നടപടികൾ സ്വീകരിച്ചു എന്ന് വരും. ഇന്നത്തെ കാലത്ത് BJPയുടെ വരുതിയിൽ നിർത്താൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്താറുണ്ടല്ലോ. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തെ മൊത്തത്തിൽ തങ്ങളോടൊപ്പം നിർത്താൻ കഴിയുമോ എന്ന ശ്രമം പലതരത്തിൽ BJP നടത്തിയതാണല്ലോ. പലരെയും ദൂതന്മാരായി അരമനകൾ തോറും അയക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടതല്ലേ. പക്ഷേ എല്ലാവർക്കും സ്വഭാവം കൃത്യമായിട്ട് അറിയാലോ. ഏതൊക്കെ തരത്തിലാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ വേട്ടയാടപ്പെടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാ വിഭാഗത്തിനും അറിയാലോ. അത് മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു ജനസമൂഹം. ആ ജനസമൂഹം ഈ വേദനയെല്ലാം തന്നവരെ പിന്നെയും പിന്താങ്ങും. അതല്ലേ വസ്തുത. അപ്പോൾ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല. നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്തിലെ സംഘപരിവാർ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ ഒരുപാട് ആക്രമണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ടവർ അടുത്ത കാലത്തല്ലേ. മണിപ്പൂർ നമ്മുടെ നാട്ടിൽ നിന്ന് കുറെ അകലെയാണെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമല്ലേ. മണിപ്പൂരിലെ കുട്ടികൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ വന്ന് ധാരാളം പഠിക്കുന്നില്ലേ. എന്താണ് ഇങ്ങോട്ട് വരാൻ കാരണം? നമുക്കെല്ലാവർക്കും അറിയാലോ. ഇത്തരത്തിലുള്ള അവസ്ഥകൾ നേരിടേണ്ടി വന്നവര്, അവിടെ പള്ളികൾ, ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു, തീവെച്ച് നശിപ്പിക്കുന്നു. എത്ര പേരെ? 1,00,000-ലധികം പേർക്കാണ് വീട് വിട്ട് ഓടിപ്പോകേണ്ടി വന്നത്. സ്വന്തം വീട് വിട്ട് ഓടിപ്പോവുകയാണ്. ഇതൊന്നും കേരളത്തിലില്ല. കേരളത്തിലില്ലാത്തത് എന്തുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും അറിയാലോ. അപ്പോൾ കേരളത്തിലില്ലെങ്കിലും കേരളത്തിലെ സഹോദരങ്ങൾ, കേരളത്തിൽ ജീവിക്കുന്നവര് അവരുടെ സഹോദരങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യമല്ലേ കേൾക്കുന്നത്. അതല്ലേ വേദന ഉണ്ടാക്കുന്നത്. ഇപ്പോ കേരളത്തിലല്ലെങ്കിലും കേരളത്തിൽ ചില ബന്ധങ്ങൾ കാണുമല്ലോ സാധാരണ. ഇപ്പോ കോൺഗ്രസിന്റെ ഗവൺമെന്റാണ് തെലങ്കാനയുള്ളത്. ആ തെലങ്കാനയുള്ള കോൺഗ്രസ് ഗവൺമെന്റിന്റെ ആ ഭരണത്തിന് കീഴിലാണല്ലോ അവിടുത്തെ മദർ തെരേസയുടെ പേരിലുള്ള സ്ഥാപനത്തിന് നേരെ സംഘപരിവാർ ആക്രമണം നടത്തിയത്. എന്താ കാര്യം? ഹനുമാന്റെ പേരിലുള്ള എന്തോ ഒരു ചടങ്ങ് നടക്കുന്നു. അന്ന് കാവി വസ്ത്രം ധരിക്കണമെന്ന് സംഘപരിവാറുകാർ പറയുന്നു. കുട്ടികളെ കാവി വസ്ത്രം ധരിപ്പിച്ച് വിടുന്നു. അപ്പോൾ സ്കൂൾ അധികൃതർ പറയുന്നു, നിങ്ങൾ കാവി വസ്ത്രം ഇത് നമ്മുടെ യൂണിഫോമല്ല, യൂണിഫോമാണ് ധരിക്കേണ്ടത്. യൂണിഫോമിൽ നിന്ന് വ്യത്യസ്തമായ വസ്ത്രം ധരിക്കണമെങ്കിൽ നിങ്ങൾ രക്ഷിതാക്കൾ പ്രത്യേകമായിട്ട് പറയണം. അതേ സ്കൂൾ അധികൃതർ പറഞ്ഞു. പക്ഷേ അവിടെ പിന്നെ സംഭവിച്ചെന്താ? ഭയങ്കരമായ ആക്രമണമല്ലേ. 100 കണക്കിന് ആളുകളിലെ ഇരച്ചു കയറിയത് സ്കൂളിലേക്ക്. അവിടെ തല്ലുകൊണ്ട കൂട്ടത്തിൽ ഒരു മലയാളി വൈദികനല്ലേ ഭീകരമായ തല്ലുകൊണ്ടത്. അദ്ദേഹത്തിൻ്റെ അനുഭവം എന്താ? തല്ലി മട്ടുപ്പാവിൽ കൊണ്ടുപോയി. എന്നിട്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ ആളുകൾ താഴെ 100 കണക്കിന് ആളുകൾ അവരോട് മാപ്പ് പറയിപ്പിക്കുകയാണ്. ഇതെല്ലാം ചെയ്തത് സംഘപരിവാറാണ്. പക്ഷേ അവിടുത്തെ മുഖ്യമന്ത്രി കേരളത്തിൽ വന്ന് വലിയ ഉപദേശമൊക്കെ നൽകിയല്ലോ. എന്താ ചെയ്തത് അവിടെ? ആ ഇരകൾക്ക് നേരിയ കേസ്. ഈ പറയുന്ന വൈദികന്റെ പേരിലടക്കം കേസാണെന്നാണ് കേട്ടത്. അവിടെയുള്ള സ്കൂൾ അധികൃതർക്ക് നേരിയ കേസ്. ആ പാവങ്ങൾ എന്ത് പഠിച്ചു? ഇതാണ് സംഘപരിവാറിന്റെ പ്രവൃത്തി ഒന്ന്. സംഘപരിവാറിനെ പിന്താങ്ങിക്കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി വേറൊന്ന്. ഇവിടെ സംഘപരിവാറിനെ പിന്താങ്ങി ചെയ്യുന്ന പ്രവൃത്തിയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ നമ്മുടെ രാജ്യത്തുള്ളവർ. ഒരു ഭാഗത്താണ് നടക്കുന്നതെങ്കിലും അതിൻ്റെ വേദന ഏറ്റുവാങ്ങുന്നവരല്ലേ ഇവിടെയുള്ള ആ വിഭാഗത്തിൽപ്പെട്ടവരും. അപ്പോൾ അതിലേതെങ്കിലും ഒരാൾ എന്തെങ്കിലും പ്രസ്താവന നടത്തിയെന്ന് വെച്ച്
അത് ആ ജനവിഭാഗത്തെ ആകെ ബാധിക്കുന്നതാണ് എന്ന് നമ്മൾ കാണേണ്ടതില്ല എന്നാണ് ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല എല്ലാ ചോദ്യവും നിങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത് കേട്ടോ. ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലൊരു വിവാദമാക്കി മാറ്റാനുള്ള ശ്രമം ഗൂഢാലോചന നടന്നിട്ട് സംശയിക്കുന്നുണ്ടോ? തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചുള്ള ഗൗരവമായ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിനുള്ള ഏർപ്പാടുകൾ നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഘട്ടം സർക്കാരിന് ഒട്ടേറെ പരിമിതികളുടെ ഒരു ഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സർക്കാരിന്റെ പ്രവൃത്തികൾ ശരിയായ രീതിയിൽ നടത്താൻ പറ്റാത്തൊരു ഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടം. അങ്ങനെയാണെങ്കിൽ പോലും അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ പ്രശ്നങ്ങൾക്ക് കാരണക്കാരെന്ന് പ്രത്യക്ഷത്തിൽ ആക്ഷേപമുയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിക്കൊണ്ട് അന്വേഷണം നടത്തണമെന്ന നിലപാടെടുത്തു. പക്ഷേ സ്ഥലം മാറ്റാൻ ഇപ്പോൾ സർക്കാർ വിചാരിച്ചാൽ കഴിയില്ല. സ്ഥലം മാറ്റണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി ചെയ്യാമെന്നാണ് കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണവും കാര്യമായിട്ട് നടക്കുന്നുണ്ട്. DGP അന്വേഷിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് തുറ നടപടികൾ സ്വീകരിക്കാം. അപ്പോഴേക്ക് ഈ ദിവസങ്ങളും കഴിയല്ലോ, പിന്നെ അതിന്റെ ഫലപ്രദമായ നടപടി സ്വീകരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന്റെ കാര്യത്തിൽ തുടക്കം മുതലേ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ ഓരോ പ്രശ്നവും അതിൻ്റെ ദേവസ്വം ഭാരവാഹികളടക്കം എൻ്റെ ശ്രദ്ധയിലും കൊണ്ടുവന്നിരുന്നു. അതിലിടപെട്ട് പരിഹരിക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർക്കെല്ലാം ഉള്ള അനുഭവമാണ്. 20 മണ്ഡല പരിഗണന പൂർത്തിയാക്കിയിരുന്നു. എവിടെയെങ്കിലും ഒരു ത്രികോണ മത്സരം പോകുന്നുണ്ടോ? LDF മത്സരമാണോ എല്ലായിടത്തും? അല്ല, ത്രികോണ മത്സരം എന്ന് പറഞ്ഞാൽ പിന്നെ സാധാരണഗതിയിൽ 3 സ്ഥാനാർത്ഥികൾ ഉണ്ടായാൽ ത്രികോണ മത്സരമായല്ലോ. ആ ത്രികോണ മത്സരത്തിൽ BJPയുടെ സ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ എല്ലാ മണ്ഡലത്തിലും 3ാമത്തെ സ്ഥാനേ ഉള്ളൂ, അല്ലെങ്കിൽ അതിന് പിന്നിലേ ഉള്ളൂ. അതാണ് BJPയുടെ നില. പ്രാദേശിക പാർട്ടികൾ BJP അതൊരു പുതിയ വാർത്തയല്ലല്ലോ നമുക്ക്. ആസാമിലെ മുഖ്യമന്ത്രി വന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു പ്രാധാന്യമുണ്ട്. കാരണം അദ്ദേഹം BJPയുടെ നേതാവാണെങ്കിലും കോൺഗ്രസ് കാര്യങ്ങൾ നല്ലതുപോലെ അറിയാവുന്നയാളാണ്. ഇദ്ദേഹം പഴയ കോൺഗ്രസ് നേതാവാണ്, അറിയാലോ എല്ലാവർക്കും. അദ്ദേഹത്തിൻ്റെ പേരിലായിരുന്നു വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ആ ആരോപണങ്ങളുടെ ഭാഗമായി ഒരു പുസ്തകം തന്നെ BJP പ്രസിദ്ധീകരിച്ചു എന്നാണ് തോന്നുന്നത്. അങ്ങനെയുള്ള അദ്ദേഹം ഈ ആരോപണത്തിന് രക്ഷപ്പെടാൻ വേണ്ടി BJP ആയി. അതോടെ എല്ലാ കേസും പോയി, എല്ലാ ആരോപണവും പോയി. അദ്ദേഹത്തെ അവിടെ BJP മുഖ്യമന്ത്രിയായി. അദ്ദേഹം ഇപ്പോൾ പറയുന്ന കാര്യം പഴയ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ കോൺഗ്രസ്സുകാരെ കുറിച്ചാണ്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നൊരു കാര്യമല്ല. ഒരുപാട് വാർത്തകൾ പുറത്തെല്ലാം പ്രചരിക്കുന്നുണ്ടായിരുന്നല്ലോ. നിങ്ങളെ ശ്രദ്ധയിൽ തന്നെ ധാരാളം കാര്യങ്ങൾ പെട്ടിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ പിന്നെ ആധികാരികമല്ലാത്തത് കൊണ്ടത് പറയുന്നുണ്ടാവില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. അത് റിപ്പോർട്ട് ചെയ്യാനും തയ്യാറായിട്ടുണ്ടാവില്ല എന്നല്ലേ ഉള്ളൂ. ഏതെല്ലാം തരത്തിലുള്ള കൂടിയാലോചനകൾ ഇവരെല്ലാം തമ്മിൽ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം ആ കൂടിയാലോചനകളിൽ നല്ലൊരു പരുവത്തിലേക്ക് എത്തി. പക്ഷേ ഇപ്പം വേണ്ട, പിന്നെ മതിയും തീരുമാനിച്ചു. അത് തന്നെയാണ് നേരത്തെ നമ്മളും എല്ലാം കേട്ടിരുന്നത്. ഇപ്പോൾ വേണ്ട, പിന്നെ മതി. മറ്റു ചില ഡീലിങ്സും അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നടന്നിരുന്നു എന്നെല്ലാം പുറത്ത് വാർത്തയുണ്ടായിരുന്നല്ലോ. അപ്പോൾ തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ലത്. അത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നവരുടെ പേരിലടക്കമാണ് അഭ്യൂഹങ്ങൾ വരുന്നിരുന്നത്. അപ്പോൾ അത്തരമൊരു അവസ്ഥ കോൺഗ്രസ് നേരിടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. അതുകൊണ്ടാണ് ജനങ്ങൾ ഇതിൽ പലരെയും വിശ്വസിക്കാൻ തയ്യാറാകാത്തത്. ഈ LDFന് അനുകൂലമായ തരംഗം അലയടിച്ചു വരുന്നതിന് ഒരു ഘടകം, ഈ LDFന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു പോയാൽ വേറെ ശങ്കിക്കേണ്ട കാര്യമില്ലല്ലോ. നിലപാടിൽ നല്ല തെളിമയാണല്ലോ, ഒരു വ്യക്തതക്കുറവുമില്ലായിരുന്നു. നാളെ മറ്റേതെങ്കിലും ആയിക്കളയുന്നുള്ളൊരു ഭയപ്പാട് അവരെ പറ്റി ഉണ്ടാകേണ്ടതില്ല. ആ ഒരു അവസ്ഥ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പറ്റി പലരെ പറ്റിയും ഉറപ്പിച്ച് പറയാൻ ജനങ്ങൾക്ക് കഴിയാത്ത അവസ്ഥയുണ്ട്. കോൺഗ്രസ് ഉറപ്പിച്ച് പറയും, പക്ഷേ ജനങ്ങളുടെ അനുഭവത്തിൽ ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അതാണ് ഇപ്പോൾ ആസാം മുഖ്യമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞത് എന്നാണ് തോന്നുന്നത്. അത് അദ്ദേഹത്തിൻ്റെ BJP നേതാവെന്നതിനേക്കാളും പഴയ കോൺഗ്രസ് സുഹൃത്തുക്കളുടെ, അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് സംസ്കാരം വെച്ചിട്ട് പഴയ കോൺഗ്രസ് സുഹൃത്തുക്കളുടെ കാര്യം മനസ്സിലാക്കി പറഞ്ഞതുകൂടിയാണ് എന്നാണ് തോന്നുന്നത്. പിന്നെ
BJPയുടെ കാര്യവും അദ്ദേഹത്തിന് അറിയാം. അമിത്ഷായുടെ ഏറ്റവും അടുത്ത ആളാണ് ഇദ്ദേഹം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അറിയാം. എല്ലാം കൊണ്ടും നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് കേസുകാരന്റെ PA അല്പസമയം മുമ്പ് തരത്തിൽ BJP അംഗം സ്വീകരിച്ച് BJPയിലേക്ക് വരികയാണ്. അതൊരു വിവരമാണ്. കാരണം ഇങ്ങനെ എന്തെല്ലാം വാർത്തകളിൽ വരാനിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ വേറെ മറ്റെവിടെയും കാണാത്ത രീതിയിൽ വടകര മണ്ഡലത്തിൽ സോഷ്യൽ മീഡിയയിൽ കൂടിയുള്ള അതിനെവിട്ട വിവാദമുണ്ടാകുന്ന ആരോപണങ്ങളൊക്കെ അവസാനം അവിടെ ഈ LDF സ്ഥാനാർത്ഥി മാത്രം ലക്ഷ്യമിട്ട് കരുതിക്കുകയും സോഷ്യൽ മീഡിയ വിവാദം പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചില മോഹഭംഗങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഈ നമ്മുടെ നാട്ടുകാരെയും ജനങ്ങളെയും വല്ലാതെ വില കുറച്ച് കാണുന്ന സമീപനം ചിലർ സ്വീകരിക്കുകയാണ്. നമ്മളങ്ങ് പോയങ്ങ് നിൽക്കുകയേ വേണ്ടു, നാടാകെ പിന്നെ തന്നെ അങ്ങ് അംഗീകരിക്കുമെന്ന് ചിലർ ധരിക്കുന്നു. അവിടെ ചെന്നപ്പോഴാണ് യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് അങ്ങനെയല്ല അവസ്ഥ എന്ന്. ആളുകൾ നല്ല എതിരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആ എതിരായി നിൽക്കുന്നവരെ പിന്നെ എതിരായി നിൽക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണുന്നൊരു കാര്യം, മറ്റൊരു ഭാഗത്ത് വലിയ പിന്തുണ കിട്ടുന്നു. ആ പിന്തുണ കിട്ടുന്നയാളുടെ പിന്തുണ കുറക്കുന്നതിന് വേണ്ടി തെറ്റായ പ്രചരണങ്ങളിലേക്ക് കടക്കുകയാണ്. അതാണ് ഇവിടെ ഉണ്ടായത്. പക്ഷേ അതിനുണ്ടായ ഒരു അബദ്ധം, നമ്മുടെ കേരളത്തിൽ സാധാരണ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിന് ചേർന്ന രീതിയിലുള്ള വിമർശനങ്ങളെ ഉന്നയിക്കുക. ഒരുതരം തെമ്മാടിത്താണല്ലോ അവിടെ നടന്നത്. അതൊന്നും നാട് അംഗീകരിക്കില്ല. ഒരു സ്ത്രീയെ വിമർശിക്കുന്നതിന് സ്വീകരിക്കേണ്ട സാധാരണഗതിയിലുള്ള മാനദണ്ഡങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ നില, എന്ത് അസഭ്യവും അവതരിപ്പിക്കാമെന്ന നില വന്നാൽ അതൊന്നും നാട് അംഗീകരിക്കില്ല. അത് കൂടുതൽ വിനയായിട്ട് മാറിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ശൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വത്തിന് തുടക്കം മുതലേ നല്ല സ്വീകാര്യതയായിരുന്നു. അത് പിന്നെ വർദ്ധിച്ച് വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. ഞാൻ ആ കേസിന്റെ മറ്റ് വിശദാംശങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടില്ല എന്താണെന്നുള്ളത്. സാധാരണഗതിയിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ തന്നെയായിരിക്കും പോലീസ് അറസ്റ്റ് ചെയ്യുക. അല്ലാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ഇപ്പം എൻ്റെ ശ്രദ്ധയിലില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർശനമായ പിന്നെ അവരെല്ലാ കാലത്തും സമദൂര നിലപാട് തന്നെയാണല്ലോ സ്വീകരിക്കൽ. ആ സമദൂര നിലപാട് തന്നെയാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. നല്ല ആരോഗ്യകരമായ സമീപനത്തിൽ തന്നെയാണ് NSS നിൽക്കുന്നത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ലോക്സഭ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. രാജ്യത്തിൻ്റെ ഭാവിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. രാജ്യത്തിൻ്റെ ഭാവി രക്ഷിക്കാനുള്ളൊരു അവസരമായിട്ടാണ് ഇത് കാണുന്നത്. അതാണല്ലോ ഗാർഡിയൻ അടക്കം റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്തിൻ്റെ ജനാധിപത്യം രക്ഷിക്കാനുള്ളൊരു അവസരമാണ്, നഷ്ടപ്പെട്ടു പോയാൽ ജനാധിപത്യം തന്നെ തകരാറാവും എന്ന് ഗാർഡിയന് പോലും റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നല്ലോ. അതാണ് ഈ തെരഞ്ഞെടുപ്പ്. ആ നിലക്കാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണേണ്ടത്. അതൊരു ഭാഗം. അതേസമയം കേരളത്തിൻ്റെ മറ്റേ ഭാഗം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. കേരളീയർ കാണുന്നത് ഒരു കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ചവരുണ്ട്. അവരോട് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. അവരങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. കേരളത്തിന് താല്പര്യം സംരക്ഷിക്കുന്നവരായിരിക്കണം അങ്ങോട്ട് പോകുന്നത്. അതോടൊപ്പം മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടി ശബ്ദിക്കുന്നവരുമായിരിക്കണം അങ്ങോട്ട് പോകുന്നത്. ഈ നിലപാട് കേരളത്തിൽ പൊതുവിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് രണ്ടുമാണ് നല്ല രീതിയിൽ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് സ്വാഭാവികമായിട്ട് വരിക. കേരളത്തിലെ ഗവൺമെൻറ്റിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള എതിരഭിപ്രായം അത്ര കണ്ട് ഉയർന്നു വന്നിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊരു പ്രധാന വിഷയമായിട്ട് ഇവിടെ ഉയരുന്നേ ഇല്ല. ഇത് വല്ലാത്തൊരു രീതിയാണ് ഇതൊക്കെ. അതിലൊരു കാര്യം പറയാം, ഒരു വാട്ടർ മെട്രോ എന്ന് പറയുന്നതിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ പങ്കാളിത്തം വരുന്നത് എന്താണ്? ഈ പാരിസ്ഥിതിക അനുമതി വാങ്ങണമല്ലോ. അപ്പോൾ പാരിസ്ഥിതിക അനുമതി ചിലത് സംസ്ഥാനം നൽകേണ്ടതുണ്ട്, ചിലത് കേന്ദ്രം നൽകേണ്ടതുണ്ട്. ഇതിൽ കേന്ദ്രത്തിന്റെ അനുമതി വേണം. അത്രയും കേന്ദ്ര ഗവൺമെന്റ് അതിൽ ബന്ധമുണ്ട്. ബാക്കി എല്ലാ സംസ്ഥാനത്തിൻ്റെതാണ്, മുഴുവൻ സംസ്ഥാനത്തിൻ്റെതായ പദ്ധതിയാണ്.
സംസ്ഥാനത്തിൻ്റെ തനതായ പദ്ധതി, സംസ്ഥാനത്തിൻ്റെ പണം, പിന്നെ അതിന് പുറമേയുള്ള പണം വായ്പ എടുത്തിട്ട് ജർമ്മൻ ഫണ്ടാണ്, ജർമ്മനിയിൽ നിന്നുള്ള വായ്പയാണ്. അതായത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബാധ്യത ഏറ്റുപെടുന്നതാണ്. പൂർണ്ണമായും സംസ്ഥാനത്തിൻ്റെ പദ്ധതിയാണ്. ആ പദ്ധതി BJP നേരത്തെ തന്നെ അവരുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ അവരതാക്കി ചിത്രീകരിച്ചിരുന്നു. ഇപ്പോൾ അത് പരസ്യത്തിലും കൊടുത്തിരിക്കുകയാണ്. തീർത്തും തെറ്റായ ഒരു കാര്യമാണത്. അതെങ്ങനെയാണ് അങ്ങനെ കൊടുക്കാൻ കഴിയുന്നതെന്ന് അറിയില്ല. മറ്റു കാര്യങ്ങൾ പിന്നെ എല്ലാവർക്കും അറിയാലോ. കേരളത്തിൽ നമ്മുടെ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് നടപ്പാക്കുന്നത്, ശരിയാണ്. പക്ഷേ നാഷണൽ ഹൈവേ വേണ്ടി സ്ഥലമെടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ 5600 കോടിയോളം രൂപയാണ് കൊടുക്കേണ്ടി വന്നത്. ഈ രാജ്യത്ത് ഒരു സംസ്ഥാനവും അതിനുവേണ്ടി പണം കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മളെ സംസ്ഥാനം മാത്രമാണ് കൊടുക്കേണ്ടി വന്നത്. കാരണം നേരത്തെയുള്ള UDF ഗവൺമെൻറ് തക്ക സമയത്ത് ഭൂമി എടുത്തു കൊടുക്കാത്തത് കൊണ്ട്, നമുക്ക് ഈ പദ്ധതി നടപ്പാക്കണമെന്ന നിർബന്ധമുള്ളത് കൊണ്ടും നമ്മളെ ശിക്ഷിക്കുകയായിരുന്നു. ഇവിടെ വില കൂടിയിരിക്കുന്നു, നിങ്ങൾ പൂർണ്ണമായിട്ട് എടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ചർച്ചയിലൂടെയാണ് 20% എന്ന തീർപ്പിലേക്ക് എത്തുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ്റാണെന്ന് അങ്ങനെ പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? സാധാരണഗതിയിൽ രാജ്യത്ത് നടപ്പാക്കേണ്ട ഒരു പദ്ധതി നടപ്പാക്കുന്നതിന് കേരളം കൂടി പങ്കുവഹിക്കുകയല്ലേ ചെയ്തത്. അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കേണ്ട കാര്യമല്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി അല്ലേ എന്ന് ചോദിച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണെന്ന് പറയാൻ. എന്നാൽ വാട്ടർ മെട്രോ പൂർണ്ണമായിട്ട് സംസ്ഥാനത്തിൻ്റെ പദ്ധതിയാണ്. അത് ഞാൻ LDF കിട്ടുമെന്നല്ലേ, അതല്ലേ ഞാനും പറയുന്നത്. അതിലെന്താ സംശയം? അത് തന്നെയല്ല ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തരംഗേ ഉള്ളൂ, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. രാജ്യത്തിന്റെ മറ്റ് പല സംസ്ഥാനങ്ങൾ, ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നല്ല പ്രതീക്ഷയോടെ ആണല്ലോ നമ്മളെല്ലാവരും കാണുന്നത്. ഇടതുപക്ഷം നല്ല രീതിയിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു ഭാഗം ഇന്ന് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. അതാണ് വസ്തുത. അത് ആ പ്രതീക്ഷയോടെയല്ലേ മത്സരിക്കുന്നത്. എന്ത് ലക്ഷ്യം വെച്ചാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത്? ആ ലക്ഷ്യത്തിലേക്ക് പോകുന്നുണ്ടോ? അന്ന് കാണേണ്ട ഒരു മുന്നണി അങ്ങനെ ഇല്ല. ഇതൊരു സംവിധാനമാണ്. ആ സംവിധാനം എന്നത് BJPക്കെതിരെയുള്ള ഒരു വിശാലമായ പ്ലാറ്റ്ഫോം, അതാണ് ഉണ്ടായത്. ആ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിലാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ അതിൻ്റെ ഭാഗമായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഫലം BJP നല്ല രീതിയിൽ ഒറ്റപ്പെടുന്നതാണ്. BJPക്കെതിരെയുള്ള ഒരു പൊതുവികാരം ഇന്ന് ശക്തമാണ്. ആകെ മൊത്തം തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. നല്ല അന്തരീക്ഷം വരും. അത് കോൺഗ്രസ് തീരുമാനിച്ചോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കോൺഗ്രസ് ഇതേവരെ എല്ലാം പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ആരെയും തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ നമ്മൾ കാണേണ്ടത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞിട്ട് കേരളത്തിലെ ആളുകളെ സമീപിക്കാൻ കോൺഗ്രസ്സുകാർ തയ്യാറായിരുന്നല്ലോ. ആ അനുഭവം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുള്ളത് കൊണ്ട് ഇത്തവണ ആ പ്രചരണം വരിങ്ങനെ ഇവിടെ നടത്തുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ ഞങ്ങൾ പറയുന്ന കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ പൊതുവായി ഒരു വിജയം BJPക്കെതിരെയുള്ള കക്ഷികൾ നേടിക്കഴിഞ്ഞാൽ ആ ഘട്ടത്തിലാണ് ആര് നേതാവാകണം എന്ന കാര്യമൊക്കെ തീരുമാനിക്കുക. അപ്പോൾ മാത്രം അത് തീരുമാനിക്കണം.